ഹലോ, ഇന്ന് സെപ്റ്റംബർ 6 എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ 4th ആനിവേഴ്സറി ആണിന്ന്. രാവിലെ തന്നെ റെഡിയായി. എന്ന് വെച്ചാൽ മഴയായിരുന്നു രാവിലെ, അപ്പം അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരു ധാരണയില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആവുമെന്നാണ് തോന്നുന്നത്. ആ സമയത്തൊക്കെ ആയപ്പോഴത്തേനും മഴയെല്ലാം പോയി കംപ്ലീറ്റ് മാറിയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇവിടേക്ക് അമ്പലം ഒരു 10 മണി 11 മണി ഒക്കെ സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ റെഡിയായിട്ട് ദേവീയുടെ അമ്പലത്തിലാണ് കേട്ടോ പോണത്. ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര സുഖമാണ്, ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവിടെ ഓൾറെഡി ഒരു മാരേജ് നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വലുതായിട്ടല്ല, ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാര്യം ഈ 4 വർഷം നല്ല അത്യുഗ്രനായിട്ട് കംപ്ലീറ്റ് ആയി. അപ്പം അതുപോലെ ഇനി ഫ്യൂച്ചറും നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ സാരി ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരിയും അതിൻ്റെ ബ്ലൗസിൻ്റെ വർക്കും എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു തമിഴൻ അണ്ണാച്ചി ഉണ്ട്. അയാളുടെ അടുത്തുനിന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വാങ്ങിയിട്ട് വന്നായിരുന്നു. സാമ്പാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം പോലത്തെയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് അത് മേടിച്ചിട്ട് വന്നു. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആൾക്കാർ കഴിക്കുന്നത്, ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ റെഡിയാക്കി. ഒരു ഇഡ്ഡലി, ഒരു ഉഴുന്നുവട, ഒരു പരിപ്പ് വട ഒക്കെ എടുത്തിട്ട് സാമ്പാറിൽ കുളിപ്പിച്ചെന്ന് വേണം പറയാൻ. അത്രയും നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ച് നല്ല കുതിർത്തിട്ട് സ്പൂൺ വെച്ചാണ് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ അവരുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും തമിഴന്മാരുടെ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി തന്നെ ആയിരുന്നു. കേക്ക് കട്ടിങ് ചെയ്തത് രാത്രി 12 മണിക്ക് തന്നെ ആയിരുന്നേ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഉറങ്ങിയ പോലെ ഇരിക്കുന്നത്. അപ്പം 4 വർഷം പൂർത്തിയാക്കിയതിൽ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ഉള്ള ബ്ലെസ്സിങ് ഒക്കെ കിട്ടണം. ട്രാഫിക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ബൈക്കിലാണ് പോയത്. അപ്പോൾ വഴിക്കെത്തിയപ്പോൾ മഴ പെയ്തിട്ട് കുറച്ച് നേരം ഒരിടത്ത് കയറി ഇരിക്കേണ്ടി വന്നു. അപ്പം ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു.